1980 ഡിസംബർ മാസം 25-ാം തീയതിയിലെ ഒരു പകൽ മലയാള സിനിമയുടെ തലവര അന്ന് അവിടെ മാറുകയായിരുന്നു. ഫാസിൽ സംവിധാനം ചെയ്ത് നവോദയ അപ്പച്ചൻ നിർമ്മിച്ച മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ, ശങ്കറിനും പൂർണിമയ്ക്കുമൊപ്പം ശ്രീ മോഹൻലാൽ എന്ന അതുല്യ പ്രതിഭ നിറഞ്ഞാടിയ ചിത്രം. ശരിക്കും ഇതൊരു തുടക്കം മാത്രമായിരുന്നു മലയാള സിനിമയ്ക്ക്, അല്ല ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ. എന്നും നമ്മളെ വിസ്മയത്തിലാഴ്ത്തിയ ശ്രീ മോഹൻലാൽ ഇപ്പോഴിതാ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡുമായി നമുക്ക് മുമ്പിൽ, നമ്മുടെ മലയാളത്തിനെ, ഇന്ത്യയെ തന്നെ അഭിമാനമാക്കിക്കൊണ്ട്. ഈ ഒരു വീഡിയോ കാണുന്ന ചിലർക്കെങ്കിലും ഒരു സംശയമുണ്ടായേക്കാം, ദേശീയ ചലച്ചിത്ര അവാർഡുകളേക്കാൾ വലുതാണോ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്? നമുക്കൊന്ന് പരിശോധിക്കാം. എന്തിനാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നൽകുന്നത്? ആർക്കൊക്കെയാണ് അത് ലഭിച്ചിട്ടുള്ളത്? നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ പിതാവ് ആരാണ്? നമ്മുടെ ഇന്ത്യയിൽ ആദ്യം നിർമ്മിക്കപ്പെട്ട ചലച്ചിത്രം ഏതാണ്? രാജാ ഹരിചന്ദ്ര. അന്ന് ആരംഭിക്കുകയായി നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ ചരിത്രം. ആ ചരിത്രം സൃഷ്ടിച്ച വ്യക്തി ദാദാ സാഹിബ് ഫാൽക്കെ. അദ്ദേഹത്തിൻ്റെ മരണശേഷം മരണാനന്തര ബഹുമതിയായി ഓരോ വർഷവും ഇന്ത്യയിലെ ഏറ്റവും നല്ല സിനിമാ കലാകാരന് നൽകുന്ന ബഹുമതിയാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. 1969 ഈ ഒരു ബഹുമതി നിലവിൽ വന്നത്. ആദ്യമായി ബഹുമതി നേടിയ അവാർഡ് ജേതാവാണ് ശ്രീ ദേവിക റാണി. 1969 ശ്രീ ദേവിക റാണിക്ക് ബഹുമതി ലഭിച്ചത്. ബീരേന്ദ്രനാഥ് സർക്കാർ 1970 ബീരേന്ദ്രനാഥ് സർക്കാരിന് ബഹുമതി ലഭിച്ചത്. ശ്രീ പൃഥ്വിരാജ് കപൂർ 1971 ശ്രീ പൃഥ്വിരാജ് കപൂറിന് ബഹുമതി ലഭിച്ചത്. പങ്കജ് മുള്ളിക് 1972 ശ്രീ പങ്കജ് മുള്ളിക്കിന് അവാർഡ് ലഭിച്ചത്. അടുത്തതായി ശ്രീ റൂബി മഹേഷ് 1973 ശ്രീ റൂബി മഹേഷിന് അവാർഡ് ലഭിച്ചത്. BN റെഡ്ഡി 1974 BN റെഡ്ഡിക്ക് ബഹുമതി ലഭിച്ചത്. ധീരേന്ദ്രനാഥ് ഗാംഗുലി 1975 വീരേന്ദ്രനാഥ് ഗാംഗുലിക്ക് ബഹുമതി ലഭിച്ചത്. കാനൻ ദേവി 1976 ശ്രീ കാനൻ ദേവിക്ക് ബഹുമതി ലഭിച്ചത്. നിതിൻ ബോസ് 1977 ശ്രീ നിതിൻ ബോസിന് ബഹുമതി ലഭിച്ചത്. റേജൻ ബോറൽ 1978 റേജൻ ബോറലിന് ബഹുമതി ലഭിച്ചത്. ശ്രീ സെഹ്റാബ് മോദി 1979 ശ്രീ സെഹ്റാബ് മോദിക്ക് ബഹുമതി ലഭിച്ചത്. പൈഡി ജയരാജ് 1980 പൈഡി ജയരാജിന് ബഹുമതി ലഭിച്ചത്. നൗഷാദ് 1981 ശ്രീ നൗഷാദിന് ബഹുമതി ലഭിച്ചത്. LV പ്രസാദ് 1982 ശ്രീ LV പ്രസാദിന് ബഹുമതി ലഭിച്ചത്. ദുർഗ ഗേട്ടെ 1983 ശ്രീ ദുർഗ ഗേട്ടയ്ക്ക് ബഹുമതി ലഭിച്ചത്. സത്യജിത് റേ 1984 സത്യജിത് റേക്ക് ബഹുമതി ലഭിച്ചത്. വി ശാന്താറാം 1985 വി ശാന്താറാമിന് ബഹുമതി ലഭിച്ചത്. ബി നാഗി റെഡ്ഡി 1986 ബി നാഗി റെഡ്ഡിക്ക് ബഹുമതി ലഭിച്ചത്. ശ്രീ രാജ് കപൂർ 1987 ശ്രീ രാജ് കപൂറിന് ബഹുമതി ലഭിച്ചത്. അശോക് കുമാർ 1988 ശ്രീ അശോക് കുമാറിന് ബഹുമതി ലഭിച്ചത്. ലതാ മങ്കേഷ്കർ 1989 ശ്രീ ലതാ മങ്കേഷ്കറിന് ബഹുമതി ലഭിച്ചത്. അക്നേനി നാഗേശ്വര റാവു 1990 അക്നേനി നാഗേശ്വര റാവുവിന് ബഹുമതി ലഭിച്ചത്. ബാൽജി പെന്തർക്കർ 1991 ബാൽജി പെന്തർക്കറിന് ബഹുമതി ലഭിച്ചത്. ഭൂപൻ ആസാരിക
1992 ഭൂപൻ ആസാരികയ്ക്ക് അവാർഡ് ലഭിച്ചത്. മജ്റൂദ് സുൽത്താൻപൂരി 1993 മജ്റൂദ് സുൽത്താൻപൂരിക്ക് ബഹുമതി ലഭിച്ചത്. ദിലീപ് കുമാർ 1994 ശ്രീ ദിലീപ് കുമാറിന് ബഹുമതി ലഭിച്ചത്. രാജ്കുമാർ 1995 ശ്രീ രാജ്കുമാറിന് ബഹുമതി ലഭിച്ചത്. ശിവാജി ഗണേശൻ 1996 ശ്രീ ശിവാജി ഗണേശന് ബഹുമതി ലഭിച്ചത്. കവി പ്രദീപ് 1997 ശ്രീ കവി പ്രദീപിന് ബഹുമതി ലഭിച്ചത്. BR ചോപ്ര 1998 ശ്രീ BR ചോപ്രയ്ക്ക് ബഹുമതി ലഭിച്ചത്. ഋതികേഷ് മുഖർജി 1999 ശ്രീ ഋതികേഷ് മുഖർജിക്ക് ബഹുമതി ലഭിച്ചത്. ആശാ ഭോസ്ലെ 2000 ശ്രീ ആശാ ഭോസ്ലേക്ക് ബഹുമതി ലഭിച്ചത്. യാഷ് ചോപ്ര 2001 ശ്രീ യാഷ് ചോപ്രയ്ക്ക് ബഹുമതി ലഭിച്ചത്. ദേവ് ആനന്ദ് 2002 ശ്രീ ദേവ് ആനന്ദിന് ബഹുമതി ലഭിച്ചത്. മൃണാൾ സെൻ 2003 ശ്രീ മൃണാൾ സെന്നിന് ബഹുമതി ലഭിച്ചത്. അടൂർ ഗോപാലകൃഷ്ണൻ 2004 ശ്രീ അടൂർ ഗോപാലകൃഷ്ണന് ബഹുമതി ലഭിച്ചത്. ശ്യാം ബെനഗൽ 2005 ശ്രീ ശ്യാം ബെനഗലിന് അവാർഡ് ലഭിച്ചത്. തപൻ 2006 ശ്രീ തപന് ബഹുമതി ലഭിച്ചത്. മന്നാഡേ 2007 ശ്രീ മന്നാഡേക്ക് ബഹുമതി ലഭിച്ചത്. VK മൂർത്തി 2008 ശ്രീ VK മൂർത്തിക്ക് ബഹുമതി ലഭിച്ചത്. D രാമനായിഡു 2009 ശ്രീ D രാമനായിഡുവിന് ബഹുമതി ലഭിച്ചത്. K ബാലചന്ദർ 2010 ശ്രീ K ബാലചന്ദറിന് ബഹുമതി ലഭിച്ചത്. സൗമിത്ര ചാറ്റർജി 2011 ശ്രീ സൗമിത്ര ചാറ്റർജിക്ക് ബഹുമതി ലഭിച്ചത്. പ്രാൻ 2012 ശ്രീ പ്രാണിന് ബഹുമതി ലഭിച്ചത്. ഗുൽസാർ 2013 ശ്രീ ഗുൽസാറിന് ബഹുമതി ലഭിച്ചത്. ശശി കപൂർ 2014 ശ്രീ ശശി കപൂറിന് ബഹുമതി ലഭിച്ചത്. മനോജ് കുമാർ 2015 ശ്രീ മനോജ് കുമാറിന് ബഹുമതി ലഭിച്ചത്. K വിശ്വനാഥ് 2016 ശ്രീ K വിശ്വനാഥിന് ബഹുമതി ലഭിച്ചത്. വിനോദ് ഖന്ന 2017 ശ്രീ വിനോദ് ഖന്നയ്ക്ക് ബഹുമതി ലഭിച്ചത്. അമിതാഭ് ബച്ചൻ 2018 ശ്രീ അമിതാഭ് ബച്ചന് ബഹുമതി ലഭിച്ചത്. രജനീകാന്ത് 2019 ശ്രീ രജനീകാന്തിന് ബഹുമതി ലഭിച്ചത്. ആശ പരേഖ് 2020 ശ്രീ ആശ പരേഖിന് ബഹുമതി ലഭിച്ചത്. വാഹിദ റഹ്മാൻ 2021 ശ്രീ വാഹിദ റഹ്മാന് ബഹുമതി ലഭിച്ചത്. മിഥുൻ ചക്രവർത്തി 2022 ശ്രീ മിഥുൻ ചക്രവർത്തിക്ക് ബഹുമതി ലഭിച്ചത്. ശ്രീ മോഹൻലാൽ 2023 അവസാനമായി ശ്രീ മോഹൻലാലിന് ബഹുമതി ലഭിച്ചത്. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡിൻ്റെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഒരാളിൽ നിന്നും മറ്റൊരാളിലൂടെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് കാത്തിരിക്കാം അടുത്ത ജേതാവിനായി. നൊടിയിടയ്ക്കുള്ളിൽ പ്രണയം തുളുമ്പുന്ന ഭീമനായും വീര്യമുള്ള അർജുനനായും രൗദ്രം തുളുമ്പുന്ന കംസനായും സർവവിനാശകാരിയായ കലിയുമായുമൊക്കെ പകർന്നാടുന്ന ഈ നടൻ്റെ നടനം തുടരട്ടെ.